ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒന്നുമല്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. നിങ്ങളെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. 2025 വർഷം തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും നല്ല പ്രതീക്ഷയോടെ തുടങ്ങിയൊരു വർഷമാണല്ലേ. പക്ഷേ 2025 തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിനെ ലജ്ജിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത് അല്ലേ. അപ്പം ഞാൻ ഈ കൊല്ലം തുടങ്ങി 3ാമത്തെ മാസം ഓടാൻ തുടങ്ങിയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുള്ള ക്രൈംസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ഞാൻ എഴുതി, ഇപ്പുറത്തെ സൈഡ് ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് എഴുതാൻ പറ്റും. പക്ഷേ മെയിനായിട്ട് അത് നമ്മുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു കിട്ടിയ കുറച്ച് കേസുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ്. കാരണം ഇതൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന പോക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്കെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ തോന്നി. അപ്പം ക്രൈംസ് 2025 കേരള, അങ്ങനെയാണ് ഞാൻ ഹെഡിങ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൽ നിസ്സാരമായിട്ടുള്ള സംഭവങ്ങൾ ലജ്ജിപ്പിക്കുന്നത് പറഞ്ഞാൽ ഒരുമാതിരി എന്തുവാ, നമുക്ക് സഹോദരനോട് ഉള്ള ബന്ധം അല്ലെങ്കിൽ സഹോദരിയോടുള്ള ബന്ധം, അമ്മയോടുള്ള ബന്ധം എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരു സമൂഹം വളർന്നു വരുന്നതാണ് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. അതിൽ ഒന്നാമത്തെ വരുന്ന കേസാണ് ഗുരുവായൂർ പുന്നയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഒളിച്ചോടിയിട്ട് ലൈവ് ഇട്ട് ഭയങ്കര ഒരു വൈറലായൊരു വാർത്തയുണ്ടായിരുന്നു. അത് പിന്നെ പോയി പിറ്റേ ദിവസം തന്നെ കാശെല്ലാം തീർന്ന് അവൻ അവളെ ഉപേക്ഷിച്ച് പോയാണ് ഉണ്ടായത്. അത് നമുക്കെല്ലാവർക്കും അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയുള്ളൊരു കാര്യമല്ല. അത് പോട്ടെ, അത് ചെറിയ സംഭവമായിട്ട് നമുക്ക് കരുതാം. പിന്നെ വരുന്ന സംഭവങ്ങൾ, ഒരു ചോറ്റാനിക്കരയിൽ ഒരു 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്തതാണ്. ആ കുട്ടിയുടെ അഡോപ്റ്റഡ് ഫാദർ മരിച്ച ശേഷം ആ അമ്മ ഈ പെൺകുട്ടിയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ ഈ പെൺകുട്ടി തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആ പെൺകൊച്ചിനെ അവളുടെ കാമുകൻ ഉപദ്രവിച്ച് അടിച്ച് കൊന്ന് ആ കൊച്ച് അവിടെ കൊന്നതെന്ന് പറഞ്ഞാൽ ആ കൊച്ച് അർദ്ധനഗ്നയായ രീതിയിൽ അവിടെ കിടക്കണമായിരുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഒരു ബന്ധു വന്നപ്പോഴാണ് ഈ കൊച്ച് മൃതപ്രായമായി അവിടെ കിടന്നത്. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കൊച്ച് മരിച്ചു പോയാണ് ഉണ്ടായത്. അതൊരു സംഭവം. പിന്നെ 13 വയസ്സുള്ള ആങ്ങള, അത് കൊല്ലത്താന്നാണ് എൻ്റെ ഓർമ്മ, 16 വയസ്സുള്ള സ്വന്തം പെങ്ങളെ ഗർഭിണിയാക്കിയിരിക്കുന്ന സംഭവം. അത് കേട്ട് എന്താ പറയുക, നമ്മുടെ മനസ്സിലൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഇതൊക്കെ. ഒരു ആങ്ങള, അത് ഇത്രയും ചെറിയ പ്രായത്തിൽ. ഈ പുതിയ തലമുറ, ഈ ജെൻസി എന്നൊക്കെ പറയുന്ന ഈ കിഡ്സിന് എന്താണ് ഇവരുടെ മനസ്സുള്ള ചിന്ത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗമാണോ, ഇവർക്ക് കിട്ടുന്ന റിസോഴ്സസിൻ്റെ ആണോ, ഈ കാണുന്ന കാര്യങ്ങളും ഈ പോണാണേലും കാണുന്നതൊക്കെ സിസ്റ്റർ ബ്രദറും സ്റ്റെപ്പ് ഡാഡ് സ്റ്റെപ്പ് മോം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇപ്പം കണ്ടുവരുന്നത്. ഇതുപോലത്തെ കുറേ കേസുകളുണ്ട്. ഇതെല്ലാം പറയുന്നത് ഡ്രഗ്സിൻ്റെ ഉപയോഗം. താമരശ്ശേരി ഒരു ഉമ്മാനെ ആഷിഖ് എന്ന മകൻ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അത് ക്യാൻസർ ബാധിച്ച ട്രീറ്റ്മെൻറ്റിലായിരുന്നു അമ്മേനാണ് അവൻ വെട്ടിക്കൊന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ചെന്താമരയുടെ കേസ്, പാലക്കാട് നെന്മാറയാണ് സംഭവം. അതായത് ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീനെ കൊന്ന് അതിന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പരോളിലിറങ്ങി ആ വീട്ടിലെ ആ ഭർത്താവിനെയും അവരുടെ അമ്മേനെയും വീണ്ടും കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസിൻ്റെ ഒരു അനാസ്ഥയാണ് ഈ കേസിലൂടെ മനസ്സിലാകുന്നത്. പിന്നെ ഉള്ളൊരു ഇതിൽ തിരുവനന്തപുരം ക്രൈമിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബാലരാമപുരത്തുണ്ടായ ഒരു സംഭവമാണ്. ശ്രീതു എന്ന് പറഞ്ഞൊരു സ്ത്രീയും ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ സഹോദരനും തമ്മിലുള്ള അവിഹിത ബന്ധം ആയിരുന്നു. അതായത് സ്വന്തം സഹോദരനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ അവളുടെ കുട്ടി അവർക്കൊരു ശല്യമാണെന്ന് തോന്നി. അപ്പോൾ ഈ സഹോദരൻ ആ കുട്ടീനെ എടുത്ത് കിണറ്റിലിട്ട് കൊന്നൊരു സംഭവം. ഇതും എന്തുവാ പറയുക, ഈ ഒട്ടും നമ്മളൊന്നും ഇങ്ങനെയൊക്കെ നമ്മുടെ ലോകത്ത് സംഭവിക്കുമോ നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിദേശ രാജ്യത്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം ഇവിടെ കാനഡയിലാണ്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രഗ്സൊക്കെ ഭയങ്കര ഇതാണ്, എന്തുവാ ലീഗലാക്കിയേക്കുവാണ്. അപ്പം എനിക്കൊക്കെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യണം, അപ്പം നമുക്ക് നമ്മുടെ രീതിയിൽ വളർത്താലോ എന്നൊക്കെയാണ്. നമ്മുടെ നാട് അതിനേക്കാളും വലിയ ലെവലിൽ പോയേക്കുക. ഇപ്പം എവിടെ വളർത്തിയാലും കണക്കാണ്. പിന്നെ ഉള്ളൊരു സംഭവമാണ് 15 വയസ്സുള്ള മിഹിർ എന്ന് പറഞ്ഞൊരു കുട്ടി, അവൻ്റെ സ്കൂൾ, അത് എറണാകുളത്താണ് സംഭവം, റാഗിങ് കാരണം ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത്. ഇപ്പം
ഭയങ്കര റാഗിങ്ങും ബുള്ളിങ്ങും ഒക്കെയാണ് സ്കൂളിലൊക്കെ. ഇത് അങ്ങനെയൊക്കെ ഉണ്ടായാൽ തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സില്ലി ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ എന്തുവാ ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ചിന്തിക്കാനുള്ള ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഒന്നെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ ചാവുക, ഈ ഒരു മൈൻഡാണ് എല്ലാവർക്കും. പിന്നെ വന്നൊരു സംഭവമാണ് മുക്കം കോഴിക്കോട് ഒരു ഹോട്ടൽ ഓണർ, ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി താമസിച്ചിരുന്ന വീട്ടിൽ ചെന്നിട്ട് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം കുട്ടി റെക്കോർഡ് ചെയ്ത് അവൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്നെടുത്ത് ചാടി ഗുരുതരാവസ്ഥയിലായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ആലപ്പുഴ നടന്നൊരു സംഭവമാണ്, അമ്മയുടെ അവിഹിതം കണ്ടുപിടിച്ച് ആ മകൻ അയാളെ ഷോക്കടിപ്പിച്ച് കൊന്നു. ഈ അമ്മയ്ക്ക് ഈ വയസ്സാങ്കാലത്ത് അവിഹിതം, ആ സ്ത്രീക്ക് ഭർത്താവുണ്ട്, എന്നിട്ടാണ് അവർ അവിഹിതത്തിന് പോയത് പോട്ടെ, ഇപ്പോൾ ആരുടെ ജീവിതം പോയി, ആ മകൻ്റെ ജീവിതം പോയി. വെറും 10-20 വയസ്സുള്ള ചെറുക്കനാണ്. അതാണ് അമ്മയുടെ കള്ളക്കാമുവിനെ കൊന്ന് ആ ചെറുക്കൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലൊരു സംഭവം, അതായത് 4-5 ആൺകുട്ടികൾ ചേർന്ന് അവരുടെ ജൂനിയർ ആയിട്ടുള്ള ആൺകുട്ടികളെ പല രീതിയിൽ ഉപദ്രവിച്ച് ആ കുട്ടികൾ സഹിക്കാൻ പറ്റാണ്ട് കേസ് ഇങ്ങനെ കോളേജ് പുറം ലോകത്ത് അറിയിച്ചൊരു സംഭവം. അത് ഈ പറഞ്ഞാൽ ഈ പിള്ളേർ പഠിക്കാൻ പോയിട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന എന്താണോ എനിക്കറിയില്ല, ആരെയും എന്തും ചെയ്യാം, ആരും ചോദിക്കാൻ വരില്ല എന്നൊക്കെയുള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും. പിന്നെ നമ്മളെല്ലാവരും കേട്ടൊരു സംഭവമാണ്, ഒരു പെൺകുട്ടി 13 വയസ്സ് മുതൽ 5 കൊല്ലം ആ കുട്ടീനെ 58-60 ആൾക്കാർ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ വീട്ടിൽ ആരും അറിഞ്ഞില്ല. അവസാനം സ്കൂൾ ഈ വീടുകളിൽ വന്ന് കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത് ഇത്രയും കാലം ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ളൊരു സംഭവം. ഇതൊക്കെ അതിൽ ഓൾമോസ്റ്റ് 50 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത്. പിന്നെ നമ്മളെ എല്ലാവരും തലക്കിറങ്ങിപ്പോയ സംഭവമാണ് വെഞ്ഞാറമൂട് അഫാൻ കേസ്. അതെല്ലാവർക്കും അറിയാനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതിലും ഡ്രഗ് യൂസേജ്, അത് ഈ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് കഞ്ചാവ് ഒന്നും അല്ല, ഇപ്പോഴത്തെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗമാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. കാരണം ഇല്ലീഗലായിട്ട് ഈ സാധനം ഇവിടെ എത്തിക്കുന്നതും ഇത് കരിയേഴ്സായിട്ട് ഇത് കൊണ്ടുനടന്ന് വിൽക്കുന്നത് പോലും സ്കൂൾ കിഡ്സ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത്. 10-12 വയസ്സുള്ള കുട്ടികൾ ഇതിനെ അടിമയാക്കി അവരെ ഇത് വിൽപ്പിക്കുന്ന ഒരു സെറ്റപ്പ്, ഒരു ഗ്യാങ്, ഒരു അധോലോക മാഫിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പിള്ളേരെ യൂസ് ചെയ്തിട്ട് ഈ സാധനം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കുക. അങ്ങനെ ഈ അഫാനും ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കൺഫേം ആയിട്ടില്ല. എങ്ങനെയാണെങ്കിലും അവൻ കൊന്നേക്കുന്നത് സ്വന്തം ഉമ്മാനെയും കാമുകീനെയും സ്വന്തം സഹോദരനെ, അങ്ങനെ പ്രിയപ്പെട്ടവരെയാണ് 5 പേരെയാണ് അവൻ കൊന്നേക്കുന്നത്. ഉമ്മാനെ കൊന്നില്ല, ഉമ്മ രക്ഷപ്പെട്ടു, പക്ഷെ അവൻ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കേട്ടതാണ് കോഴിക്കോട് നമ്മുടെ ഷഹബാസ് മുഹമ്മദിനെ 15 വയസ്സുള്ള കുട്ടീനെ അതേ പ്രായമുള്ള കൂട്ടുകാർ നെഞ്ചൊക്കെ വെച്ച് തലക്കടിച്ച് കൊന്ന സംഭവം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്നൊക്കെ ഫോൺ വിളിക്കും, ഞാൻ എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന വിശേഷത്തിൽ ഒരു വിശേഷമായിരുന്നു ഇത്. അഫാൻ്റെ സംഭവം കഴിഞ്ഞ് കേട്ട് തല കിറങ്ങിയിരിക്കുമ്പോഴാണ് ഈ സംഭവം കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കുട്ടിക്കും 15 വയസ്സാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ നമുക്ക് പേടിയാവണം കേൾക്കും. ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതി എന്താണ്? ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിക്കണം, നീ കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഈ നമ്മുടെ സ്വന്തം ജീവൻ എടുക്കുന്നതും മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതും തെറ്റാണെന്നുള്ള കാര്യം നീ കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ചേച്ചി? അവൾ പറഞ്ഞു സ്വന്തം ജീവൻ എടുക്കുന്നത് തെറ്റാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, നമ്മളൊക്കെ എങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും പപ്പയും അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഇപ്പം ഞാൻ മരിക്കും, നമ്മളിങ്ങനെ ചിന്തിക്കുമെന്നല്ലാണ്ട് ഞാൻ ആരെങ്കിലും കൊല്ലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൊല്ലുമെന്നൊന്നും നമ്മുടെ ജനറേഷനിലാരും ചിന്തിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത് അവനെ അങ്ങ് തീർത്ത് കളയാന്നുള്ള മൈൻഡ്. ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സിനിമയുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. ഇത്രയും വയലൻസ് ഒക്കെ ഉള്ള പടങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞു ഇതെന്തോ മാസമായിട്ടല്ലേ കാണിക്കുന്നേ, ഒരുത്തൻ്റെ തല വെട്ടിയ വാ എന്ന് പറയുന്ന ഈ കാലത്ത് അത് കണ്ടു വളർന്ന പിള്ളേർ അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കുറേ പേര് പറയും സിനിമയാക്കി എടുക്കണം. പക്ഷേ സിനിമ എന്ന് പറഞ്ഞൊരു മാധ്യമം ഒന്നെങ്കിൽ ഒരു നല്ല മെസ്സേജ് കൊടുക്കാനായിരിക്കണം, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിരിക്കണം. അപ്പോൾ ഇത് രണ്ടുമല്ല ഇങ്ങനത്തെ ഈയിടെ ഇറങ്ങിയ പല പടങ്ങളിലും ഇങ്ങനത്തെ കാര്യങ്ങളല്ല കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അവർ ഉൾക്കൊള്ളുന്ന കാര്യം എന്താ, വയലൻസ് ഇസ് ഓക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണെന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ
പിന്നെ കേട്ടൊരു സംഭവമാണ് കോട്ടയത്ത് ഷൈനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എന്തോ ജീവിക്കാൻ ഒരു മാർഗ്ഗം രണ്ട് പെൺകുട്ടികളെ കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത്. അതിൽ അവർ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചപ്പോൾ പല ആൾക്കാരും തടഞ്ഞു, പല പള്ളിയിലെ അച്ഛനാ ആരൊക്കെ കുറേ ഇടങ്കോലൊക്കെ ഉണ്ടാക്കി ഒരു വിധത്തിൽ അവർ ജീവിക്കാൻ സമ്മതിക്കാതെ മക്കളെ വളർത്താൻ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് കണ്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ആത്മഹത്യ ന്യായീകരിക്കുകയല്ല, പക്ഷെ ആരെങ്കിലും ചുറ്റുപാടുള്ളവർ ആരെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവർ ജീവിച്ചു പോയാനല്ലേ, ആ കുട്ടികൾ മരിക്കില്ലായിരുന്നല്ലേ. അപ്പം ഒരു സഹജീവിയോട് സ്നേഹം എന്നുള്ളൊരു മനോഭാവം പോലും കാണിക്കാൻ ഇപ്പോഴത്തെ ആൾക്കാർ തയ്യാറല്ല എന്ന് ഓർക്കുമ്പം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ലോകം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. ഈ ലോകാവസാനമായി എന്നൊക്കെ പറഞ്ഞാൽ ശരിയെന്നു കലികാലം. അടുത്തത് ഇന്നലെ കേട്ട സംഭവം, ഇന്നലെയാണ് മിനിയാണോ, പത്തനംതിട്ട ബൈജു എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ ഭാര്യേനെയും സുഹൃത്തായ ആളെയും കൊന്നത്. ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ആണ് പുള്ളി കൊന്നത്. പക്ഷെ ഇയാളുടെ ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്ത ആ കാര്യം കൊണ്ട് അനാഥരായത് രണ്ട് കുഞ്ഞു മക്കള്. ഈ എടുത്തു ചാടുന്നതിന് മുന്നേ അയാളുടെ മക്കളെ ഒന്ന് ആലോചിക്കായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എന്തോ അങ്ങനെ ഒരു സംഭവം നടന്നു. ഞാനിത് വേഗം പറഞ്ഞു വരും, എനിക്കിങ്ങനെ ശ്വാസം കിട്ടുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ കേട്ടോ, പാലക്കാട് ഇതും അവിഹിതം. ഈ കൊലപാതകങ്ങൾ ഒരു 80% അവിഹിതത്തിൻ്റെ പേര് നടക്കുന്നത്. ഇത് അതാ ഞാൻ പറഞ്ഞ ബന്ധങ്ങൾക്ക് വിലയില്ലാത്തൊരു കാലഘട്ടമായി. പാലക്കാട് എന്നുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ ഭാര്യ സംഗീതയെ, കോയമ്പത്തൂരാണ് ഭാര്യ താമസിക്കുന്നത്, അവിടം വരെ യാത്ര ചെയ്തു പോയി. മക്കൾ സ്കൂളിൽ പോകാൻ വെയിറ്റ് ചെയ്തിരുന്ന് 7:30 ആയപ്പോൾ മക്കൾ സ്കൂളിൽ പോയപ്പം ഇയാളുടെ അച്ഛൻ പന്നിയൊക്കെ കൊല്ലാൻ ഉപയോഗിച്ച് വരുന്ന എയർഗൺ ഉപയോഗിച്ച് ഭാര്യേനെ വെടിവെച്ച് കൊല്ലുക ചെയ്ത്. എന്നിട്ട് അച്ഛൻ തിരിച്ച് പാലക്കാടെത്തി അച്ഛൻ്റെ മുമ്പിൽ നിന്ന് സ്വന്തം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. ഇത് ഇന്നലെ നടന്നൊരു സംഭവമാണ്. പിന്നെയുള്ളത് ഇപ്പം ഇതും ലേറ്റസ്റ്റ് ന്യൂസാണ്. ഓരോ ദിവസം പുതിയ പുതിയ വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് വാർത്തയ്ക്ക്, അതായത് ക്രൈം ന്യൂസിന് ഒരു പഞ്ഞവും ഇല്ലാത്തൊരു വർഷമാണ് 2025. അങ്ങനെ കേട്ടൊരു സംഭവമാണ് ആലപ്പുഴയിലെ ശ്രുതി എന്ന് പറഞ്ഞൊരു സ്ത്രീ, 3 മക്കളുള്ള സ്ത്രീയാണ്, 3 മക്കളും ഭർത്താവുള്ള സ്ത്രീയാണ്. അവർ വേറൊരു ആളുടെ കൂടെ, സലീം കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ പോയിട്ട് ട്രെയിനിന് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്, മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട്. അപ്പം താൻ ജന്മം നൽകിയ മക്കളെക്കാളും ഭർത്താവിനേക്കാളും ഒക്കെ വലുത് ആ കാമുവിൻ്റെ കൂടെ പോയി മരിക്കുക എന്നുള്ളവരുടെ തോട്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇവിടെ അനാഥമാകുന്നത് ഈ കുഞ്ഞു മക്കളാണ്, ഒരു നേരത്തെ ഒരു ചിന്തയുടെ പുറത്ത്. പിന്നെ വേറൊരു അടിപൊളി ന്യൂസാണ്. പീരുമേട് 70 വയസ്സുകാരൻ്റെ ജനനേന്ദ്രിയം മുറിക്കാൻ ശ്രമിച്ച് ആളെ അവശ നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കാണ്. ഇതും അവിഹിതത്തിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ന്യൂസ് വ്യക്തമായിട്ട് അറിയത്തില്ല. പിന്നെ കട്ടപ്പനയിൽ 14 വയസ്സുള്ള പയ്യൻ 15 വയസ്സുള്ള പെൺകുട്ടിയെ ഗർഭിണിയാക്കിയൊരു വാർത്ത. ഇതും ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് പറയുന്നത്. ഇതിനൊക്കെ ന്യായീകരിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. പിള്ളേരുടെ വെളിവില്ലായ്മയ്ക്കൊന്നും ഒരു അറുതിയില്ല. ഇതേ പ്രായത്തിലുള്ള വേറൊരു പയ്യൻ, 14 വയസ്സുള്ള പയ്യൻ, ഇവൻ ഡ്രഗ്സ് കരിയറായിരുന്നു. ലൈക്ക് അവിടെ സ്കൂളിലൊക്കെ ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുന്ന ഒരു പണി ഇവനുണ്ടായിരുന്നു. ഇവൻ ഓൾറെഡി പോലീസ് നോട്ട് ചെയ്തിരുന്നതാണ്. അങ്ങനെ സ്കൂളിലത്തെ കൗൺസിലിങ്ങിലാണ് അവൻ്റെ 12 വയസ്സുള്ള പെൺകുട്ടീനെ ഇവൻ പീഡിപ്പിച്ചെന്നുള്ള കാര്യം പുറത്തറിയുന്നത്. അതൊരു സംഭവം. ഇത് ഈയിടെ ഇന്നലെ മിനിയാന്ന് പുറത്തു വന്നൊരു കേസാണ്. പിന്നെ വേറൊരു സ്കൂളിൽ ഒരു 6 പെൺകുട്ടികൾ ചേർന്ന് കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയുടെ മേത്ത് നായ്ക്കർണപ്പൊടി ഇടുകയാണ്. അപ്പം നമ്മളിത് സിനിമയിലൊക്കെ കാണുമ്പോൾ കോമഡിയാണ്, നായ്ക്കർണപ്പൊടി ഇടുന്നു ചൊറിയുന്നു. പക്ഷേ ഇത് ഭയങ്കര മാരകമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആ കുട്ടി 10ാം ക്ലാസ്സിൽ കൊണ്ട് പരീക്ഷ എഴുതുന്ന കുട്ടിയാണ്. ആ കുട്ടി അവശ നിലയിലാവുകയും പല ഹോസ്പിറ്റലിലേക്ക് മാറി അതിന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിള്ളേരൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് എന്താ പറയുക, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പിള്ളേർ ആദ്യം ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ കൊല്ലുക, വെട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കൊടുക്കുക. നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ കാലത്ത് നമ്മളെന്താ ചെയ്യുക? ഒന്നെങ്കിൽ മിണ്ടാതിരിക്കും 2-3 ദിവസം, അല്ലെങ്കിൽ ആ കൂട്ടം ഒഴിവാക്കും. അല്ലാണ്ട് നമ്മൾ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ അത് മാറും. ഇതൊക്കെയാണ് നമ്മുടെ കാലത്ത് നടന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ ഇടയിൽ നടക്കുന്നതും ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കടന്നുവരവും കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന 10-15 വയസ്സുള്ള പിള്ളേർ ചെയ്യുന്ന കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ കേട്ട് നമ്മൾ കണ്ണ് തള്ളുകയാണ്. ഈ ലോകത്ത് എങ്ങനെ മക്കളെ വളർത്തുന്നവരെ ചിന്തിച്ചു പോകുന്നൊരവസ്ഥയാണ്.
എല്ലാം എന്താ പറയുക, ഈ ടീനേജേഴ്സിൻ്റെ പേരൻസൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏജാണ് ഞാൻ പറയുക. ഇവർ എന്ത് കൂട്ടുകെട്ടാണ് ഇവർക്കുള്ളത്, അല്ലെങ്കിൽ ഇവർ എന്തൊക്കെയാണ് കാണുന്നത്, ഇവരുടെ കണക്ഷൻസ് എന്താണ്, ഇവർ പുറത്തു പോകുന്ന ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പേരൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നാളെ ന്യൂസിൽ വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുക. ഈ അഫാനെക്കുറിച്ച് ഈ നാട്ടിൽ ആർക്കും മോശം അഭിപ്രായമില്ല, നല്ല പയ്യൻ. പക്ഷേ ഇവൻ്റെ രാത്രി സഞ്ചാരങ്ങളും ഇവൻ്റെ കൂട്ടുകെട്ടുകളും ഇവൻ്റെ എന്തൊക്കെയാണ്. അതുപോലെ വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ എഴുതാൻ മറന്നുപോയി. അതും തിരുവനന്തപുരത്തായിരുന്നു. ഒരുത്തൻ അവനും ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ബ്ലാക്ക് മാസും എന്തൊക്കെയോ പരിപാടിയായിട്ട് സ്വന്തം അപ്പനെ എന്തോ വെട്ടിക്കൊല്ലുന്നത്. അവൻ്റെ അച്ഛൻ്റെ തല വെട്ടിക്കൊന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടറായി. അപ്പം അവൻ പറഞ്ഞ കാര്യം, അവന് ഫ്രീഡം കൊടുക്കാത്തതുകൊണ്ട് അവൻ അച്ഛനെ കൊല്ലുമായിരുന്നു എന്ന്. അതായത് 2 ദിവസം മുന്നേ അവൻ കത്തിയെല്ലാം വാങ്ങിച്ച് തേച്ച് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പനെ കൊല്ലാനായിട്ട്. അവൻ്റെ റൂമിൽ കയറി പരിശോധിച്ചാൽ ഫുള്ള് ബ്ലാക്ക് മാസ് സാധനങ്ങളും. അപ്പം ഈ എന്താ പറയുന്നത്, എന്തൊക്കെയോ കുറേ അനാവശ്യമായ കാര്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ഭയങ്കര പ്രചാരത്തിലുണ്ട്. ഇത് ബാധിക്കുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റ് ഫുൾ പറ്റ അടിയിലേക്ക് പോകുന്നൊരവസ്ഥ. ഇന്ത്യയിലും പല കേസുകളും ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്രയും വ്യാപകമായിട്ട് ഇതുപോലുള്ള കേസുകൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക, മക്കളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഒന്ന് ശ്രദ്ധിക്കുക, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒരു നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മയും പെങ്ങളും അല്ലെങ്കിൽ അപ്പനും ഒക്കെ ഉള്ള ബന്ധത്തിൻ്റെ വില എന്താണെന്നും ഇത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ ടി വിയിലും ഫോണിലും കാണുന്ന പോലെ അല്ല ജീവിതം പോകുന്നതെന്നും ഒക്കെ ഉള്ളൊരു അവയർനെസ് എല്ലാ പിള്ളേർക്കും കൊടുക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.